കൂട്ടുകാരെ, നമുക്കിന്ന് മധുരക്കിഴങ്ങ് ഞാൻ കൃഷി ചെയ്യണം എങ്ങനെയെന്ന് ഞാൻ എല്ലാവർക്കും പറഞ്ഞു തരണം. ഞാനൊരു കിഴങ്ങ്, മധുരക്കിഴങ്ങ് അല്ലെങ്കിൽ ചീനിക്കിഴങ്ങ് ഞാൻ ഒരു കിഴങ്ങ് കടയിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ട് വന്നത്. ഒരു കിഴങ്ങെടുത്ത് ഞാൻ ചാക്കിൽ നട്ടിട്ടുണ്ടായിരുന്നു. ചാക്കിൽ നട്ടാൽ തറയിൽ വിട്ടാൽ എനിക്കിവിടെ കിട്ടൂല, പന്നിയും പെരിച്ചാഴിയൊക്കെ കൊണ്ടുപോകും. അതുകൊണ്ട് ചാക്കിൽ നട്ടത് ആ വള്ളി ഇതാ ഇവിടെ പൊടിച്ച് ഇങ്ങനെ കിടക്കണം. ഇനി അതിൻ്റെ കൊമ്പാണ് ഞാൻ വെട്ടി വേറെ നടണത്. അത് ഇന്നിപ്പം ഞാൻ അടുത്തൊരു 4 തക്കാളി പെട്ടിയിലാണ് ഞാൻ നടാൻ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇപ്പം അതിൽ നിന്ന് ഈ നട്ടേക്കണേന്ന് വള്ളി വെട്ടിയെടുക്കണതാണ് ഇന്ന് ഞാൻ കാണുന്നുണ്ട്. ഇതിപ്പോൾ 4 എണ്ണത്തിനാണ് ഞാൻ വെട്ടിയെടുത്ത്. ഇനി അതിൻ്റെ ഇലയെല്ലാം ഇറുത്ത് കളഞ്ഞിട്ട് നമുക്ക് അടുത്ത് നടണം എങ്ങനെയെന്ന് ഞാൻ കാണിച്ചു തരാം. അതിൻ്റെ ഇലയെല്ലാം ഇറുത്ത് കളഞ്ഞ് ഞാൻ ആ ഇലയെല്ലാം വഴന്നിട്ട് 2 വള്ളി വീതം ഞാൻ ചുറ്റിയാണ് വെച്ചേക്കുന്നത്. 2 വള്ളി വീതമാണ് ഓരോ മൂട്ടിൽ ഓരോ പെട്ടിയിലും ആണ് ഞാൻ നടണത്. അതിൽ നടാൻ വേണ്ടിയിട്ട് ഞാൻ ചുരുട്ടിയാണ് വെച്ചേക്കുന്നത്. ഒരു പെട്ടിയിൽ 2 വള്ളി, അങ്ങനെ ഞാൻ 4 പെട്ടിയിലത്തേക്കുള്ളതാണ് ഞാനിങ്ങനെ റെഡിയാക്കി വെച്ചേക്കുന്നത്. അതിൻ്റെ ഇലകളെല്ലാം ഞാൻ എടുത്ത് മാറ്റി. ഇനി അതിൽ ധാരാളം വേര് വന്നിട്ടുണ്ട്. പിന്നെ മണ്ട മാത്രം 2 കൊമ്പ് വീതം അങ്ങനെ ഇരിപ്പുണ്ട്. ഇനി ഇത് നമുക്ക് തക്കാളി പെട്ടിയിൽ ഞാൻ എങ്ങനെയാണ് നടണമെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. തക്കാളി പെട്ടിയാണ് ഞാൻ ചീനിക്കിഴങ്ങ് നടാൻ വേണ്ടിയൊക്കെ റെഡിയാക്കി വെച്ചേക്കണം. അതിവിടെയുള്ള കാടെല്ലാം പറിച്ച് ഞാൻ തക്കാളി പെട്ടിയിൽ വെച്ച് ഇനി അടുത്ത് അതിൻ്റെ മുകളിലായിട്ട് ഇങ്ങനെ കരിയില ഇറക്കി, കരിയിലയും നിറച്ച്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിൽ മണ്ണിടാം. മണ്ണ് വെട്ടി കൂട്ടി വയ്ക്കണം. ഇനി നമുക്ക് ഇതിലോട്ട് കോഴിവളവും ചാണകപ്പൊടിയും കൂടെ മിക്സ് ചെയ്ത് നമുക്ക് ഇതിൽ പെട്ടിയിൽ നിറയ്ക്കാം. അങ്ങനെ നമ്മളെ തക്കാളി പെട്ടിയിൽ മണ്ണ് നിറച്ച് മണ്ണും കോഴിവളവും ചാണകപ്പൊടിയും കൂടെ മിക്സ് ചെയ്ത് പെട്ടിയിൽ നിറച്ച് ഇത് 4 പെട്ടിയിലും നിറച്ച് വെച്ചേക്കാണ്. അടിയിൽ പച്ചില, അത് കഴിഞ്ഞിട്ട് കരിയില, അത് കഴിഞ്ഞിട്ട് മണ്ണ് മിക്സ് ചെയ്തതും കൂടെ നമ്മൾ പെട്ടി നിറച്ച്. ഇനി നമുക്ക് തൈ നടാം. അങ്ങനെ നമ്മളെ പെട്ടിയിൽ തൈ നടാം. തൈ ഞാനെടുത്ത് വെച്ചേക്കാണ്. അങ്ങനെ നീളത്തിന് വെട്ടിയ വള്ളിയെ ചുരുട്ടിയെടുത്ത് പെട്ടിക്കകത്ത് വെച്ച് ഇനി നമുക്ക് അതിൽ മണ്ണിട്ട് കൊടുക്കാം. ഇങ്ങനെയാണ് ഞാൻ വളച്ചാണ് വെച്ച് കൊടുക്കണം. വളച്ച് വെച്ചിട്ടാണ് ഞാൻ ഇതിൻ്റെ പുറത്ത് മണ്ണിടണത്. മണ്ണിട്ട് അത് 2-3 തെളിപ്പ് മാത്രം മുകളിലോട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഇത് കുറച്ച് ദിവസം കഴിയുമ്പോൾ ഈ മണ്ണങ്ങ് താഴും. മണ്ണ് താഴുമ്പം ഈ അടിയിലുള്ള കരിയിലയും ഈ പച്ചിലയെല്ലാം കൊണ്ടങ്ങ് താഴുമ്പോഴത്തേക്കും നമ്മൾ വീണ്ടും മണ്ണ് മുകളിൽ ഇട്ട് കൊടുക്കണം. ഇത്രയും ചെയ്താൽ മതി. അങ്ങനെ നമ്മളെ ചീനി വള്ളി നട്ട് കഴിഞ്ഞ് ഇനി നമുക്ക് അടുത്ത് പൊടിച്ച് വന്നിട്ട് ഞാൻ കാണിക്കാം. എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ എനിക്ക് ലൈക്ക് ചെയ്യണം.